ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ ശ്രീമന്നാരായണീയത്തിൻ്റെ മധുരം ആവോളം ആസ്വദിക്കാൻ നാരായണീയ മധുരം എന്ന രീതിയിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ അക്ഷരസബരിയുടെ 16-ാമത്തെ ദിവസമാണ്. ഇന്ന് ശ്രീമന്നാരായണീയം 2-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകം നമ്മൾ വിചാരം ചെയ്യണം. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ. ഭഗവത് സ്വരൂപത്തെ വിചിന്തനം ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ ഭക്തി ഉണ്ടാവണം. ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം മനസ്സിൽ വരാൻ സാധിച്ചാൽ അത്തരത്തിലൊരു ചിന്ത തന്നെ നമ്മളിൽ ഭക്തി നിറയ്ക്കണം. എന്താണ് ഭക്തി? ഭഗവാനിലുള്ള ആസക്തിയാണ് ഭക്തി. ഇങ്ങനെ ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സൗഭാഗ്യമാകുന്ന നവസുധാ നിഷ്യന്ത സന്തോഹനം, പുതിയ അമൃതത്തിന് ഉറവിടമായിരിക്കുന്ന പരചിത് രസായനമയം
പരബ്രഹ്മരസായനം, രസത്തെ നൽകുന്നത് രസായനം, ആ പരബ്രഹ്മരസാനുഭൂതിയെ നൽകുന്ന ചേതോഹരം ത്വദ്രൂപം, അതിമനോഹരമായിരിക്കുന്ന അവിടുത്തെ സ്വരൂപം, അത് കഥകളിലൂടെയും കീർത്തനങ്ങളിലൂടെയും ശ്ലോകങ്ങളിലൂടെയും സ്തോത്രങ്ങളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ കേൾക്കുന്നവരുടെ ശൃണ്വതാം, കേൾക്കുന്നവരുടെ മതിം സദ്യഃ പ്രേരയത്തെ, മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയെ വളരെ പെട്ടെന്ന് അവരറിയാതെ തന്നെ അതിലേക്ക് പ്രേരണ വരണം. മാധവ ലീലയാം മോഹന നിസ്വനം, മാധുര്യമേറുന്ന മദ്യമാകാം, 4-5 തുള്ളിയെ ഞാൻ ആസ്വദിച്ചുള്ളൂ, കാലടി മണ്ണിയിലുറയ്ക്കാതായി എന്ന് എഴുതിയ കവിഭാവനയ്ക്ക് നമോഭാഗം. അപ്പൊ ഇത് തന്നെയാണ് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ അറിയാതെ ആ അനുഭൂതി തലത്തിലേക്ക്, ആ ഭാഗവത ലഹരിയിലേക്ക് നമ്മൾ വീണുപോണു. അങ്ങനെ മദയത്തെ, നമ്മളെ മതിപ്പിക്കണു എന്ന് വെച്ചാൽ ആനന്ദം കൊണ്ട് ആനന്ദവിവശരായി തീരുന്നു നമ്മൾ. അംഗകം രോമാഞ്ചയതി, ദേഹം മുഴുവൻ ശരീരമാസകലം ആ കോൾമയിർ കൊള്ളുന്നു ഭക്തൻ, രോമാഞ്ചം അനുഭവിക്കേണ്ടി വരുന്നു. ആനന്ദമൂർച്ഛോദ്ഭവൈ, അടക്കാനാവാത്ത ആനന്ദം കൊണ്ട്, അനുഭൂതി തലത്തിൽ അങ്ങനെയാണ് അല്ലേ. ക്വചിത് രുതതി ക്വചിത് ഹസതി എന്നൊക്കെ പ്രഹ്ലാദനെ കുറിച്ച് പറയുമ്പോൾ നാരദ മഹർഷി ഭാഗവതത്തിൽ നരസിംഹാവതാരത്തിന് മുന്നോടിയായിട്ട് പറയുന്നുണ്ട്, വിലജ്ജോ നൃത്യതി ക്വചിൽ. അതൊക്കെ എപ്പോഴാണ്? ആനന്ദമൂർച്ഛ വരുമ്പോഴാണ്. അടക്കാനാവാത്ത ആനന്ദം കൊണ്ട് ശീതബാഷ്പവിസരൈ, കുളിർത്ത കണ്ണീരിൽ ആറാടിക്കുകയും ചെയ്യുന്നു. എന്ത്? അവിടുത്തെ സ്വരൂപം. യാസിഞ്ചതി അപി, അപ്പൊ ശ്രവണം മനനം തുടങ്ങിയ പൂർവരൂപം, ആനന്ദബാഷ്പം പുളകം തുടങ്ങിയ ബാഹ്യഭാവങ്ങൾ, ഇതൊക്കെ ഉത്തമമായ ഭക്തിയുടെ തെളിവാണ് എന്ന് കാണിക്കുകയാണ്. ഇത് അകത്ത് ഈ ആനന്ദം അനുഭവിക്കുമ്പോഴാണ് പുറത്ത് ആനന്ദ കണ്ണീരുണ്ടാവുക. അത് സ്വാഭാവികമായി അറിയാതെ വരുമ്പോഴാണ് അത് ഭക്തിയുടെ തലത്തിലേക്ക് എത്തുക. തനിക്ക് ഭക്തിയുണ്ട് എന്ന് കാണിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞു കാണിച്ചത് കൊണ്ടായില്ല, അത് സ്വാഭാവികമായിട്ട് വരണം. ദേഹം മുഴുവൻ ആ രോമാഞ്ചമുണ്ടാവണം, കണ്ണുകൾ നിറയണം, മനസ്സ് ആർദ്രമാവണം. ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളായിട്ട് സജ്ജനങ്ങൾ പറയുന്നു. ഭക്തി ഭഗവാനിലുള്ള ആസക്തിയാണ്. മറ്റ് എല്ലാത്തിലുമുള്ള അനാസക്തിയും ഭക്തിയിലൂടെ സാധ്യമാവുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭക്തി ഈ അവിടുത്തെ ദിവ്യമായ കഥകൾ കേൾക്കുന്നതിലൂടെ, ആ കേട്ട കഥകളെ മനനം ചെയ്യുന്നതിലൂടെ ഒക്കെ നമുക്ക് കരഗതമായിട്ട് തീരുന്നു എന്ന് പറയുകയാണ് ഈ 6-ാമത്തെ ശ്ലോകത്തിൽ. ഇനി 4 ശ്ലോകങ്ങൾ ഭക്തിയുടെ മേന്മയെയാണ് വർണ്ണിക്കുന്നത്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഈ 3 ഉപാധികളുണ്ട് ഭഗവാനിലേക്ക് എത്താൻ. എന്നാൽ അതിൽ ഭക്തി തന്നെയാണ് ശ്രേഷ്ഠം എന്ന് പട്ടേരിപ്പാട് ഉറപ്പിക്കുന്നു. ഇന്നത്തെ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലാം, പിന്നീട് ശ്രീഹരിയ ഭാഷാഗാനം. ഏവം ഭൂതമനോജ്ഞതാനവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈഃ. മനോജ്ഞമാം ആനന്ദത്തെ നൽകുന്നതാം നിൻ സ്വരൂപം കേൾപ്പവർ തൻ മനസ്സിനെ ആകർഷിക്കുന്നു.
രോമാഞ്ച ശരീരികളായി മാറിയിടുന്നു ഭക്തജനം. കണ്ണുനീരിൽ സ്വയം നനഞ്ഞാനന്ദിക്കുന്നു. നാരായണ 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 ശ്രീവാതനാഥ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.